السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അനിയന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി മദീനയിൽ എത്താൻ കഴിഞ്ഞു. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അതോടൊപ്പമുള്ള ഒരു ഇൽമിന്റെ സദസ്സ്. മദീന അത് വിജ്ഞാനത്തിന്റെ പട്ടണവും കൂടെയാണ്. അവിടെ പലരും ഇൽമ് തേടി വന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റു ജീവിതമാർഗത്തിന്റെ ആവശ്യങ്ങൾക്കായി വന്നവരുണ്ട്. ഏതായിരുന്നാലും എത്തിപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു മണ്ണ് മദീനത്തുർ റസൂലായി മാറിയ യസ്രിബിന്റെ ചരിത്രമൊക്കെ ധാരാളം നിങ്ങൾ കേട്ടവരും അറിഞ്ഞവരും ഒക്കെയാണ്. അതേപോലെ തന്നെ ഈമാനും അടങ്ങുന്ന മണ്ണ്. അല്ലാഹു തആല എല്ലാ നിലക്കും ഈ മജ്ലിസുൽ ഇൽമുകൾ ഇവിടെ സംഘടിപ്പിക്കുന്ന, ഇരിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് അവസരമൊരുക്കുന്ന, അതിന് വേദിയൊരുക്കുന്ന, സാഹചര്യങ്ങൾ ഒരുക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഒരു അർഹമായ പ്രതിഫലം നൽകി ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മീസാനിൽ ഒരു ഖൈറായ അമലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ചിലപ്പം വലിയ നേട്ടങ്ങളായിരിക്കും നമുക്ക് ഇതൊക്കെ കിട്ടുക. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഇൽമിന്റെ സദസ്സുകൾ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാണെന്നാണ്. സ്വർഗത്തോപ്പിന് വേണ്ടിയിട്ട് ആളുകള് ആ ഒരു റൗളയിൽ ഒരു രണ്ടറക്കാത്ത് നമസ്കരിക്കാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹമാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ റൗള എന്ന് വിശേഷിപ്പിച്ചത് മജ്ലിസുൽ ഇൽമിനെയാണ്. ഒരിക്കൽ റസൂൽ പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. നിങ്ങളൊക്കെ വെള്ളിയാഴ്ച ഒരു ഒഴിവ് കിട്ടുന്ന സമയമാണ്, കുറച്ചു നേരം ഒന്ന് ഉറങ്ങാൻ പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വരികയാണ്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സുണ്ട്, അവിടെ കുറച്ചു നേരം പോയിരിക്കണം എന്ന ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹത്തോടു കൂടെ വരുന്നവരൊക്കെ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്ന അത്തരുണത്തിലുള്ള ഒരു സദസ്സായി നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്നതാണ് പോസ്റ്ററിൽ കണ്ട വിഷയം. ഞാൻ മനസ്സിലാക്കുന്നത്, കേരളക്കരയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നില്ല, പക്ഷെ കേരളക്കരയിലെ ഏറ്റവും പ്രഥമമായ മുസ്ലിം പണ്ഡിത സഭ, ആദ്യമായി കേരളത്തിൽ ഉണ്ടായ മുസ്ലിം പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100 വർഷം വരികയാണ്. ആ 100 വർഷം തികയുമ്പോഴും അത് തെരഞ്ഞെടുത്ത ഒരു മുദ്രാവാക്യവും കൂടിയാണത്. തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്നുള്ളത്. അന്നെല്ലാവരും അതിൻ്റെ കൂടെ സഹകരിച്ചു നിന്നിരുന്നു. പിന്നൊക്കെ ചില സാഹചര്യങ്ങളെ കൊണ്ട് പല രീതികളൊക്കെ ആയിട്ട് പോയി. നമ്മുടെ ചർച്ച അതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദിന്റെ കൂടെ നിൽക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക, അതായിരിക്കണം അത്തൗഹീദു ഇസ്സുൽ ലനാ വശറഫുൽ ലനാ വഫഖറുൽ ലനാ. പരിശുദ്ധമായ തൗഹീദാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച തൗഹീദ്. അതാണ് നമുക്ക് അഭിമാനം, അതാണ് നമ്മുടെ ഷറഫ്, അതാണ് ഏറ്റവും വലിയ ഇസ്സത്ത്. അതൊരു മുദ്രാവാക്യമായി ഏറ്റെടുത്തവരാണ് നമ്മൾ. അത് വേറിട്ട് നിർത്തുന്ന ഒരു മധുരം വേറെയാണ്. വേറിട്ട് നിർത്തുന്ന മധുരം അത് വല്ലാത്തൊരു മാധുര്യമാണത്. അതൊരു ഹലാവത്തു തൗഹീദും ഹലാവത്തുൽ ഈമാനും അനുഭവിച്ചവർക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ
വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ എത്തിപ്പെടുമ്പോ പറയുന്ന ഒരു മഹത്തായ സ്തുതി വചനമായിട്ട് അള്ളാഹ് എടുത്ത് പറയാ. അതിലേക്ക് എത്താൻ കാരണമാകുന്ന ഹിദായത്തിന്റെ നൂറ് തൗഹീദ് ലഭിക്കുമ്പോ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇല്ലാന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനത്തിൽ നിന്നാണ് ഈ പ്രമേയങ്ങളൊക്കെ കടന്നു വരുന്നത്. അങ്ങനെ ആവണം. നമ്മളൊരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം തെരഞ്ഞെടുക്കല്ലേ വേണ്ടത്. നമ്മൾ ആദ്യം ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുക, നമ്മൾ ആദ്യം ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക, അതിന് തെളിവ് തെരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു റസൂല് എന്ത് പറഞ്ഞു? വമാ ആതാക്കുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവും അവന്റെ റസൂലും എന്തു പറഞ്ഞോ അത് സ്വീകരിക്കുക. അല്ലാതെ എന്റെ സംഘടനയും എന്റെ പാർട്ടിയും എന്ത് പറഞ്ഞോ ഞാൻ അതിന് തെളിവുണ്ടാക്കാൻ നടക്കുകയല്ല. അവിടെയാണ് പിന്നെ നോക്കേണ്ടത് എങ്ങനെയാണ്. ആ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിരുന്ന ജമാഅത്ത് ആരാണോ ആ ജമാഅത്തിന്റെ കൂടെ നിൽക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആദർശം. അതാവേണ്ടത്. അള്ളാന്റെ ഖുർആനില് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുത്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാ? തഹബ്ബ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി. അവരിഷ്ടപ്പെടുന്നുണ്ട്, പ്രിയം വെക്കുന്നുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ തൗഹീദിന് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി. വജ്തമഅ അലൈഹി. അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അതിന്റെ പേരിലാണ് ഒരുമിച്ച് കൂടുന്നത്. ഏതെങ്കിലും രീതിയിൽ ഭിന്നിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, ഭിന്നിക്കണം എന്നല്ല, ഭിന്നിക്കുന്നതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഏതെല്ലാം വിഷയത്തിൽ ഒന്നിക്കാൻ പറ്റുമോ അവിടൊക്കെ നമ്മൾ ഒന്നിക്കണം. പക്ഷെ ഭിന്നിക്കൽ അനിവാര്യമായി വരുന്ന ചില രംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാവണം? അതും ഇതിന്റെ പേരിലാവണം, ദീനിന് വേണ്ടിയാവണം, ഇസ്ലാമിന് വേണ്ടിയാവണം, തൗഹീദിന്റെ വിഷയത്തിലാവണം. അവർക്ക് അല്ലാഹു തആല അർശിന്റെ തണല് കൊടുത്ത് ആദരിക്കുമെന്നാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. സ്നേഹവും ഇഷ്ടവും കമ്മിറ്റ്മെന്റും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനോട് അതിന്റെ കൂടെ നിൽക്കുമ്പോഴും ആദർശത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും. വൽ ബുഗ്ദു ഫില്ലാഹ്. ദേഷ്യപ്പെടുന്നതും എതിരഭിപ്രായം ഉണ്ടാവുന്നതൊക്കെ എന്തിന്റെ പേരിലാവണം? പ്രമാണം സ്വീകരിക്കുന്നിടത്തും അതേപോലെ തന്നെ ദീനിന്റെ വിഷയത്തിൽ. വമാ ആതാക്കുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഇതാണ് അടിസ്ഥാനം. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഒരാള് മുഅ്മിനാവൂല. എന്നിട്ടല്ലേ മറ്റുള്ള അതിന്റെ അപ്പുറത്തേക്കുള്ള സംഘടനയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുഅ്മിനാവണമെങ്കിൽ തന്നെ അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് ദീനാണ്. തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് അവിടെ എന്നാലും അങ്ങനെ അവര് പറഞ്ഞല്ലോ, ആ ഷെയ്ഖിന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ ഇമാമിന് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഇങ്ങനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ടാവാം. ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ അപ്പുറം നാം മുന്തിക്കേണ്ടത് എന്തിനെയാണ്? അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹിന്റെ ദീൻ എന്താണോ പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ചങ്ങനെ ആളുകളുടെ ചില തെറ്റിദ്ധാരണകൾ നമ്മളിങ്ങനെ കാണുമ്പോഴേ, മഹാന്മാരായ ഇമാമിയങ്ങളെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു 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 വലിച്ചിഴക്കാറുണ്ട് ചില വിഷയങ്ങളിലേക്ക്. ലോകമറിയപ്പെട്ട മഹാന്മാരായ 4 പണ്ഡിതന്മാരാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ ഇദ്രീസ് ഷാഫിഈ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ. ലോകപ്രസിദ്ധ പണ്ഡിതന്മാർ അവരാണല്ലോ, ലോകമറിയപ്പെട്ട പണ്ഡിതന്മാർ അവരാണ്. അവരുടെ ചില മഖാലത്തുകൾ, അവരുടെ ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകൾ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ എന്തേ ഈ മഹാന്മാരുടെ പേരും പറഞ്ഞ് ആ മഹാന്മാരെ പോലും പഠിക്കാതെ പോകുന്നു എന്ന് തോന്നിപ്പോകും നമുക്ക്. നമ്മൾ സാധാരണ ഇമാമുൽ അഅ്ലം എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ മദ്ഹബുകാരും അല്ലാത്തവരും ഒക്കെ പരിചയപ്പെടുന്ന ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നനാ ബശറുൻ. ഞങ്ങളൊക്കെ മനുഷ്യരാണടോ. നുഖ്തിഉ വനുസീബു. ഞങ്ങൾക്ക് ശരിയും തെറ്റും സംഭവിക്കാടോ. ഞങ്ങൾ മനുഷ്യരാണ്. പക്ഷെ നിങ്ങൾ എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? സഹോദരങ്ങളെ, നമുക്കൊരിക്കലും മഹാന്മാരുടെ ഇമാമിയങ്ങളുടെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പുകളോ ഫാൻസുകളോ ഉണ്ടാക്കാൻ ഒരു വകുപ്പില്ല. ഇന്നനാ ബശറുൻ നുഖ്തിഉ വനുസീബു എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്,
ഇദാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദു. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതാണോ നിങ്ങൾ അത് സ്വീകരിക്കണേ. മാലം യുവാഫിഖൽ കിതാബ വസ്സുന്നത ഫതുറുകൂ. അള്ളാന്റെ ഖുർആനിനോടും റസൂലുള്ളാന്റെ സുന്നത്തും വെച്ച് നിങ്ങൾ നോക്കണേ എന്തിനേയും. എന്നിട്ടൊന്ന് മാറ്റിവരച്ച് നോക്കിയിട്ട് അതിനോട് വാഫഖാവുന്നില്ലേ, തവാഫുഖാവുന്നില്ലേ, ഫതുറുകൂ, നിങ്ങൾ അതിനെ മാറ്റിവെക്കണേ. അബൂ യൂസുഫ് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനെ വിളിച്ചു പറയുന്ന, അദ്ദേഹം ഇങ്ങനെ പറയണത് മുഴുവനും ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഒരു രേഖയാക്കാൻ ഒരുങ്ങിയപ്പോ അദ്ദേഹം പറയാണ് ശിഷ്യനെ വിളിച്ചിട്ട്, എന്റെ ശിഷ്യന്മാരെ ഞാൻ പറയണതൊക്കെ അങ്ങനെ എടുത്ത് രേഖയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊളറിങ്ങനെ ഒന്ന് കുലുക്കിയിട്ടിരിക്കുന്ന ഇമാമുൽ ആദമിനല്ലേ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാമിനല്ല നമ്മൾ കാണുന്നത്. മറിച്ച് വൈഹക്ക് യാ അബാ യൂസുഫ്, എന്താ നീ കാട്ടുന്നത്, ഞാൻ പറയണത് മുഴുവൻ അങ്ങനെ നീ എഴുതി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് പറയുന്നത്. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതാണോ? അദ്ദേഹം പറയുന്നത് ഇന്ന് ഞങ്ങളൊന്ന് പറയും അത്തുറുഖു ഹദൻ, ചിലപ്പോ നാളെ മാറ്റി പറയും. നാളെ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അത്തുറുഖു ബാദഹദ്, മറ്റന്നാ മാറ്റി പറയേണ്ടി വരും. കാരണം എന്താണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കിട്ടിയത് പറയുന്നു, കിട്ടാത്തതിലെ ഗവേഷണം നടത്തുകയാണ്. ആ ഗവേഷണത്തിൽ ഏതൊരാൾക്കും നുഖ്തിഉ, ശരിയും തെറ്റും സംഭവിക്കാം. അത് അവരുടെ അല്ല ഏതെങ്കിലും രീതിയിലെ ന്യൂനതയാണോ? അത് മനുഷ്യന്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ഇന്നനാ ബശറു, ഞങ്ങൾ മനുഷ്യരാണ്, മനുഷ്യന്റെ ഒരു ഇതാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? ഏതെങ്കിലും ഒരു ആൾക്കത്ര വിവരമൊന്നും ഇല്ലാന്ന് ലോകം പറഞ്ഞോ? മറിച്ച് എന്താ ഉണ്ടായത്? അവർ അള്ളാന്റെ ദീനിന്റെ വിഷയത്തിൽ ആ തവാളു കാണിക്കുമ്പോ അള്ളാഹ് അവരെ ഉയർത്തുകയാണ്. മാറ്റുരക്കേണ്ടത് ഏത് നിലപാടാണെങ്കിലും ആ നിലപാട് തട്ടിച്ചു നോക്കേണ്ടത് അള്ളാന്റെ ഖുർആനിനോടും റസൂലുള്ളാന്റെ സുന്നത്തിനോടുമാണ്. ഇമാം മലിക് ബിൻ അനസ് അത് ഏതെങ്കിലും രീതിയിൽ അതിൽ അലംഭാവം കാട്ടിയ ആളാണോ? അല്ല. ഇമാമു ദാറുൽ ഹിജ്റ അല്ലെ, ഇമാമുൽ മദീന, ഇമാമു ദാറുൽ ഹിജ്റ, മദീനത്ത് ദർസ് നടത്തിയ മഹാപണ്ഡിതനല്ലേ, മസ്ജിദുൻ നബവിയിലെ മുദരിസ് അല്ലേ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് എല്ലാത്തിനും അങ്ങനെ മറുപടി കൊടുക്കലായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചവർക്ക് അറിയാൻ പറ്റും. പല മസ്അലകൾക്കും അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത് ധാരാളം കാണാം. ഞാനതൊന്നും പറയേണ്ട ഒരു സദസ്സല്ല, നിങ്ങളതൊക്കെ കേട്ടവരാണ്. അള്ളാഹ് റസൂലിന്റെ ഖബർ ചൂണ്ടിയിട്ട് ഒരിക്കൽ പറഞ്ഞത്രേ, എല്ലാവരുടെ വാക്കിലും കൊള്ളാനും തള്ളാനും ഉണ്ടാകും, ആ സാഹിബുൽ ഖബറിന്റെ വാക്കിലല്ലാതെ. അള്ളാഹ് റസൂലിന്റെ ഖബർ ചൂണ്ടിയിട്ട് അതിൽ കൊള്ളാൻ മാത്രമേ ഉണ്ടാവൂ, തള്ളാൻ ഉണ്ടാവൂല. സ്വീകരിക്കുകയാണോ അള്ളാന്റെ റസൂലിന്റെ വാക്കിനോട് മാറ്റിവരച്ച് നോക്കുക. പറഞ്ഞിട്ടുണ്ടോ സ്വീകരിക്കാം, അല്ലാത്തതില് കൊള്ളാനുണ്ടാകും തള്ളാനുണ്ടാകും. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ പറ്റൂല. അതിന് പറ്റുന്നത് നബിന്റെ വാക്ക് മാത്രമാണ്. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതോ, ഇദാ വജത്തും ഫീ കലാമി ഔ ഫീ കിതാബി ഖിലാഫ സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖൂലു ബിസുന്നത്തി റസൂലില്ലാഹ് വതുറുകു ഖൗലി. നിങ്ങൾ എന്റെ കിതാബിലും എന്റെ ഗ്രന്ഥം നോക്കിയിട്ട് നിങ്ങളാണ് തീരുമാനിച്ചോളെന്നല്ല. എന്റെ വാക്കിലോ എന്റെ കിതാബിലോ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായിട്ട് കണ്ടാൽ നിങ്ങൾ റസൂലുള്ളാന്റെ സുന്നത്ത് പറയണേ, എന്റെ വാക്കിനങ്ങോട്ട് മാറ്റി വെക്കണേ, ഒഴിവാക്കണേ, തെർക്ക് ചെയ്യണേ. ഇത് പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ? അള്ളാന്റെ ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്, ആ ഒരു സ്നേഹമാണ്, മഹബത്താണ്. മറ്റോ റിപ്പോർട്ടിൽ കാണുന്നത്, നിങ്ങൾ മറന്റെ അപ്പുറത്തേക്ക് മതിലിന്റെ അപ്പുറത്തേക്കാണ് വലിച്ചെറിഞ്ഞോളം, ഞങ്ങളെ ഇമാമ ഷെയ്ഖ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ അള്ളിപ്പിടിച്ച് കൂടല്ലേ. ഇതാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായി കണ്ടാൽ അതാണ് എന്റെ മദ്ഹബ്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ വിഷയത്തിൽ എന്റെ ഷെയ്ഖിന് എന്റെ ഇമാമിന് തെറ്റുപറ്റിയിട്ടുണ്ട്, മറിച്ച് ഹദീസാണ് എടുക്കേണ്ടത്. രണ്ടാം ഷാഫിയർ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് ആ വിഷയത്തില് ചില കാര്യങ്ങളിലൊക്കെ ചില മസ്അലകളൊക്കെ ഖിലാഫൻ ലി ശൈഖിന എന്ന് പറഞ്ഞിട്ട് പറയുന്നിടത്ത് പണ്ഡിതന്മാർക്ക് അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചില വിഷയങ്ങളിൽ മാറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ലി ഖൗലി ശൈഖിന, ശൈഖുനാന്റെ വാക്കെന്താണ്? ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്നതായിരിക്കണം നിലപാട്, തർജീഹ് ചെയ്യേണ്ടത് ഇതിലാണ്, റാജിഹ് ഇതാണ്. തർജീഹിന്റെ പണ്ഡിതനെന്ന് ഇമാം നവവി റഹിമഹുല്ലയെ കുറിച്ച് ഷാഫി മദ്ഹബിൽ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ ഇമാമിങ്ങളുടെ സൂക്ഷ്മത അതാണ്. അവരാരും ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ അള്ളിപ്പിടിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടില്ല. കാരണം ദീന് എന്ന് പറഞ്ഞാൽ അത് മാ ഖാല അല്ലാഹു വ ഖാല റസൂൽ, അള്ളാഹും അവന്റെ റസൂലും എന്തു പറഞ്ഞോ അതാണ് ദീന്. അതാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലോ ലാ തുഖല്ലിദിനി വലാ തുഖല്ലിദ് ശാഫിഇയ്യ വലൽ മാലിക്കിയ്യ വലൽ ഔസാഇയ്യ വലൽ സൗരിയ്യ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമാമിയങ്ങളൊക്കെ അദ്ദേഹം ചേർത്തി പറഞ്ഞു. 4 മദ്ഹബുകൾ മാത്രമായിരുന്നില്ല എന്ന്. അന്ന് ധാരാളം റഅയ്യുകൾ, ആറാകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു. റഅയ്യുകളുടെ, കാഴ്ചപ്പാടുകളുടെ ഫാൻസുകൾ ധാരാളം ഉണ്ടായിരുന്നു. ശിഷ്യന്മാര് കുറച്ച് കൂടുതൽ, ഇവർക്ക് 4 ആൾക്കുമായിരുന്നു അത് അധികം എഴുതപ്പെട്ടതും. അതുകൊണ്ടൊക്കെ മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ അത് എല്ലാം പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒക്കെ എടുത്ത് പറഞ്ഞില്ല. ലാ തുഖല്ലിദിനി വലാ തുഖല്ലിദ് മാലിക്കൻ വല ശാഫിഇയ്യ വലൽ ഔസാഇയ്യ വല സൗരിയ്യ, ഇമാം സുഫിയാനു സൗരിയെയോ ഇമാം ഔസാഇയെയോ ഈ പറയപ്പെടുന്ന 3 ആളുകളെയോ ഒന്നും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. മിൻ ഹൈസു അഖദു, അവരെവിടെ നിന്നാണ് സ്വീകരിച്ചത്, അവർ സ്വീകരിച്ചൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അതേതാണ്? തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തി നബിയ്യി. ഇതിലെന്തിനാണ് നമ്മൾ ഒരു പക്ഷാപാതം കാണിക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആനിനോടും റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടും. ഞാനിപ്പോ നമ്മളെ സമസ്തക്കാരായ സഹോദരങ്ങളോട് പറയാറുണ്ട്. കാരണം ഇപ്പൊ ഞാനൊക്കെ കാന്തപുരത്തിന്റെ കയ്യിൽ നിന്ന് സനതൊക്കെ വാങ്ങി പുറത്തിറങ്ങിയ ഒരാളാണ്. നമ്മളൊക്കെ പള്ളി ദർസിൽ കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം 5 നേരം ജമാഅത്ത് കഴിഞ്ഞാല് കൂട്ടപ്രാർത്ഥന നടത്തും. ആ കൂട്ടപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന. 5 നേരം ദ്വാരക്കും ഉസ്താദ്മാർ ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. വാമിത്തിനാ മഅൽ ഈമാനി വത്തൗബ. ഉയരും ഉസ്താദ് ദ്വാരക്കും ബാക്കിയുള്ളവർ ആമീനും പറയും. ഞാനിപ്പോ ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം ഏതാണെന്ന് പറഞ്ഞല്ലോ. ജംഇയ്യത്തുൽ ഉലമയുടെ 1ാമത്തെ മീറ്റിംഗ് കൂടിയപ്പോ, അഥവാ കേരളത്തിൽ ഒരു പണ്ഡിത സഭ വേണം, എല്ലാ പണ്ഡിതന്മാരും അതിലുണ്ട്, കൂടിയിട്ടുണ്ട്. അന്ന് സമസ്തമൊന്നും വേറെ ഇല്ല, അന്ന് സമസ്തമൊന്നും ഇല്ല. കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി തുടക്കമാണ്. അതിന്റെ മുസ്ലിം ഐക്യ സംഘമാണ് അതിന്റെ തുടക്കം. അങ്ങനെ മുസ്ലിം ഐക്യ സംഘം ഒരു കേരളത്തിൽ പണ്ഡിത സഭ വേണമെന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടിയപ്പോ, ആ മീറ്റിങ്ങില് അന്ന് വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അന്ന് നമ്മുടെ നാട്ടിലുള്ള ആദ്യ കോളേജുകളിൽ ഒന്നാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന അബൂബക്കർ ഹസ്രത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹമായിരുന്നു അതിന്റെ അധ്യക്ഷൻ ആ മീറ്റിങ്ങിന്റെ. അപ്പൊ നമ്മുടെ മലബാറിൽ നിന്ന്, വാണിയമ്പലത്തു നിന്നാണോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു ഉസ്താദ് ചോദിച്ചു, ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ് ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒരു സംഘത്തെ ഉണ്ടാക്കാൻ എന്താ നിങ്ങൾക്ക് തെളിവ് എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനായ ഹസ്രത്ത് ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്ന് ആയത്ത് ഓതിയപ്പോ ഉസ്താദ് എഴുന്നേറ്റ് ചോദിച്ചു, ഞാൻ ചോദിച്ചത് തെളിവാണ്, ആയത്തല്ല. നിങ്ങൾ ആയത്ത് ഓതി, ഞാൻ ചോദിച്ചത് തെളിവാണ്. അഥവാ തെളിവാവണമെങ്കിൽ എന്ത് വേണം? അത് ഒന്നുകിൽ കർമ്മപരമായിട്ടുള്ളതാണെങ്കിൽ ഈ പറയപ്പെടുന്ന മദ്ഹബിന്റെ കിതാബുകളിൽ ഉണ്ടാവണം. അതെല്ലാം വിശ്വാസപരമായിട്ടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? അശ്അരിയിലോ മാതുരീദിയിലോ ഉണ്ടാവണം. തരീഖത്തിന്റെ ഈ 2 ഇതേ പറ്റുള്ളൂ. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാനും പറഞ്ഞു വന്നതോട് ശരി, ഈ പറയുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ദ്വാരക്കണം എന്താണ്? ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണേന്നാണ്. അതായിരുന്നു കാലഘട്ടം. അഥവാ ഖുർആനും സുന്നത്തും മാറ്റി വെച്ചിട്ട് തെളിവുകൾ എടുക്കണമെങ്കിൽ ആ തെളിവ് ഈ പറയപ്പെടുന്ന കിതാബുകളെ മാത്രം ആശ്രയിക്കുന്ന 4 ആ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണോ? അതേതാണ്? വഖുദു മിൻ ഹൈസു അഖദു, അവരെവിടെ നിന്നാണോ സ്വീകരിച്ചത് നിങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കണം. കാരണം
അള്ളാന്റെ റസൂൽ അങ്ങനെ ഏൽപ്പിച്ചു പോയതാണ്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതിന് കിട്ടുന്ന ഒരു മഫ്ഹൂമുണ്ടല്ലോ അല്ലെ. ഉത്ബുദ്ധരായ സദസ്സാണ് എന്റെ മുന്നിലുള്ളത്. അതിന് കിട്ടുന്ന ഒരു മഫ്ഹൂമ് മുഖാലഫ ഉണ്ട്. എന്താണ്? അതെന്ന് പിടുത്തം വിടുന്നോ അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വഴിപിഴക്കും. അള്ളാഹ് റസൂൽ പറഞ്ഞതിന്റെ മഫ്ഹൂം അതും കൂടിയാണല്ലോ. ഇത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അപ്പൊ ആ മുറുകെ പിടിക്കൽ അത് വിട്ടോ പിഴക്കും. അത് പെട്ടെന്നൊന്നും പിഴച്ചോളന്നില്ല, പെട്ടെന്നൊന്നും പിഴക്കണത് അറിയില്ല. പക്ഷേ വല്ല പോണോടുത്ത് കൂടെ അന്നത്തിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിര് ചെയ്യുമ്പോൾ അർത്ഥം വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ആ ദീനിന്റെ പ്രമാണങ്ങളിൽ അതിലേറ്റവും ഒന്നാമതായി നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതായിരിക്കണം ഏറ്റവും പ്രധാനം എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. അതാണ് അഫ്ദല്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ. അത് പറയാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. അത് പറയണം. മറ്റ് പല കാര്യങ്ങൾ പറയാൻ ധാരാളം ആളുകളുണ്ട്. തൗഹീദ് അത് വല്ലാത്തൊരു മധുരമാണ് അതിന്. അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോ നമ്മളെ കൂടെ 40 പേര് വന്നിട്ടുണ്ട് ഉംറക്ക്. അവരോടൊക്കെ ഒരു വിഷയം ഇപ്പോൾ ഏത് കാലഘട്ടത്തിലും തൗഹീദിന്റെ മധുരം വർദ്ധിക്കുന്നത് വെച്ചാല് ഖുറാഫാത്തുകളും അതേപോലെ തന്നെ ഈ ബിദ്അത്തുകളും അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്ന വിഭാഗക്കാരൊക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളും ദോഷികളല്ലേ, ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റൂലല്ലോ, ആയതുകൊണ്ട് ഈ മഹാന്മാരിലൂടെയൊക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു തആല തൗഹീദ് കൊണ്ട് അതിന്റെ വേരറുക്കുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വയം ശരീരങ്ങളോട് തെറ്റ് ചെയ്ത, എത്ര വലിയ തെറ്റ് ചെയ്ത എന്റെ അടിമകളാണെങ്കിലും അവരെ വിളിച്ചു പറയണം നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു തആല മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അള്ളാഹ് തയ്യാറാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹ് പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ആ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാന്റെ റഹ്മാൻ എന്ന സിഫത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള അജ്ഞത കൊണ്ടാണ് ഇദാ സഅലക ഇബാദി, എന്റെ അടിമകള് എന്നെ കുറിച്ച് വന്ന് ചോദിക്കും, മുഹമ്മദ് നബിയെ താങ്കളുടെ അടുക്കല് അന്നി എന്നെ കുറിച്ച് ചോദിക്കും. കാരണം അവര് വല്ലാതെ കിടന്നിട്ട് ഇങ്ങനെ ഉഴലാണ്. ദൈവിക സങ്കല്പങ്ങള്, ആത്മീയ ചൂഷണങ്ങള് ഒക്കെ ഭയങ്കരമായ വൾഗറാണ്. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. എന്താണ് ഒരു മാർഗം? അവരോട് പറയണം ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥവനാണ്, ഞാനുണ്ട് അവർക്ക്. ആ പ്രയോഗം നോക്കാൻ നിങ്ങൾ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി. മറ്റുള്ളവർത്തൊക്കെ തഫ്സീറുകളിൽ കാണാം, റാസിയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ നബിയോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ അവർ പറയണത് എന്താണ്? ഇപ്പോ റൂഹിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ എന്താ പറഞ്ഞത്? അല്ലാഹു തആല ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇങ്ങനെ പറഞ്ഞു വളണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യസ്അലൂനക അനിർ റൂഹ് യസ്അലൂനക അനിൽ മഹീദ്, ഇങ്ങനൊക്കെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് മറുപടി. എന്നാൽ വഇദാ സഅലക, അവിടെ ഇങ്ങനെ പറഞ്ഞോ എന്നുള്ള ഒരു പ്രയോഗം പോലും അല്ലാഹു തആല പറഞ്ഞില്ല. വഇദാ സഅലക ഇബാദി അന്നി, ഇങ്ങനെ പറഞ്ഞോ എന്നല്ല, നേരെ ഫഇന്നി ഖരീബുൻ ലാ വാസിതത ബൈനി വബൈന അബ്ദി, അങ്ങനെ ഇമാം റാസി കൊടുത്തത്. ഈ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, ദുആഇന്റെ മർത്തബയിൽ ലാ വാസിതത ബൈനി വബൈന അബ്ദി, എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ദുആഇന്റെ രംഗത്ത് ഒരു വാസിത്തയും വേണ്ട. ഒരു വാസിത്തയും, ഒരാളും, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഗായിബോ ഒന്നും, ഒരു ലാ വാസിതത ബൈനി വബൈന. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, മുഫസ്സിരീങ്ങൾ കൊടുത്ത നിലപാടാണ്.
ഇത് പറഞ്ഞിട്ടാണ് നമ്മളോടും അവരോടും ചോദിക്കേണ്ടത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹ് പോരെ? ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് കഷ്ടപ്പാടിലും ഏത് വിജനപ്രദേശത്തും ഏത് സ്വജനപ്രദേശത്തും ഏത് ഇരുട്ടിലും ഏത് വേജാറിലും ഏത് വെപ്രാളത്തിലും ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ, മുഫസ്സിരീങ്ങൾ കൊടുത്ത തഫ്സീർ എന്താ? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, ആപൽഘട്ടത്തിൽ നിങ്ങൾ അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയാൽ. അങ്ങനെ തന്നെ കൊടുത്തു. ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ ഇബാറത്തുകൾ എടുത്ത് നോക്കി. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ആ തേട്ടം അവർ കേൾക്കില്ല. ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ എത്ര വാദിച്ച് സങ്കല്പിച്ചുണ്ടാക്കിയാലും മസ്തജാബു ലക്കും, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. വയക്ഫുറൂന ബിശിർക്കിക്കും, അതാണ് ഈ ആളുകൾ നിങ്ങൾ ആരെയാണോ വിളിച്ചു തേടിയവര്, അവര് ഈ ഷിർക്കിനെ നാളെ പരലോകത്ത് വന്ന് നിഷേധിക്കും. ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഏറ്റവും പ്രധാനമായിട്ട്. ഇത് പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല കേട്ടോ, ഇത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാനൊക്കെ ഇടക്കിങ്ങനെ ദ്വാരക്കുമ്പോ എന്റെ ഇടയിൽ ഇങ്ങനെ ഞാനൊക്കെ എനിക്ക് എന്റെ അനുഭവം പറയാം. ഇന്നമ അഷ്കു ബസ്സി വഹ്സിനി ഇലല്ലാഹ് എന്നുള്ളത് ഞാൻ ചേർത്തുമ്പോൾ എനിക്ക് തന്നെ പ്രത്യേകമായ ഒരു ആവേശം തോന്നും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു പ്രയോഗമാണുള്ളത്. അപ്പൊ നമ്മളത് പറയുമ്പോൾ നമ്മളിപ്പോ ഇനി തൗഹീദ് ഉള്ളവരാണ്, തൗഹീദ് ദഅവത്ത് നടത്തുന്നവരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തൗഹീദിന്റെ മധുര ഇടക്കിട ജദ്ദിദു ഈമാനക്കും എന്നാണ് നമ്മുടെ ഈമാനിന്റെ ഇടക്കിടക്ക് നമ്മൾ തൗഹീദ് കൊണ്ട്. ഇപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ദുആഉൽ കർബിനെ കുറിച്ച്? ദുആഉൽ കർബ് അവിടെ പറയുന്നത് 3 വട്ടം ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കുന്നത്. എന്തിനാണ്? പ്രശ്നം വരുമ്പോഴാണ് അപ്പ ആളുകൾ ഇങ്ങനെ അള്ളാന്റെ അടുത്ത് വിട്ടു പോയ. ഏത് ഇനിയിപ്പോ എത്ര വലിയ ഞാൻ കൊമ്പത്തെ മുജാഹിദ എന്ന് പറഞ്ഞാലും തൗഹീദ് ഏത് കാലത്തും ഏത് സമയത്തും അതെപ്പോഴും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിന്റെ മധുരം ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞും എനിക്ക് എന്റെ റബ്ബേ ഉള്ളൂ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അത് നിങ്ങളുടെ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ, അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ, അതാണ് തൗഹീദിന്റെ മധുരം. അപ്പൊ നമ്മളിൽ നിന്ന് വരും ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. രണ്ടാമത് സുന്നത്താവണം നിദാനം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അമലുണ്ടാവുക എന്നാണ്. ഇതൊക്കെ ഉണ്ട്, അമലില്ലാതെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ അമല് ചെയ്യുമ്പോഴും ആ അമലും ഇതുപോലെ മധുരമുള്ളതാവണം, ഇതേപോലെ കണ്ടന്റ് ഉള്ളതാവണം, ഇതേപോലെ പ്യൂർ ആവണം, ഇതേപോലെ ക്ലാരിറ്റി ഉള്ളതാവണം. എങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവുക? അത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരെ അങ്ങോട്ട് എടുക്കണം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരു വിശദീകരണം വേണ്ടാത്ത രീതിയിലാണ് മുത്തനബി പറഞ്ഞു. ഏതൊരാൾക്കും അറിയാവുന്ന ഒരു നാടൻ അറബിയിൽ അല്ലേ, ഏതെങ്കിലും ഒരു കെട്ടിക്കൊടുക്ക് പോലും അതിലില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്ന ആ പ്രയോഗങ്ങൾ. മൻ, ഏതൊരാൾക്കും ഒരു ബേസ് അറിയുന്നുണ്ട്. അമില അമലൻ, ഒരാൾ ഒരു അമല് ചെയ്യുന്നു, ലൈസ അലൈഹി അംറുന, നാം പഠിപ്പിക്കാത്തതാണെങ്കിൽ, നമ്മുടെ കൽപ്പനയില്ലാത്തതാണെങ്കിൽ ഫഹുവ റദ്ദുൻ, ഡിസ്ക്വാളിഫൈഡ് ആണ്, തള്ളപ്പെടും, മർദൂദാണ്. എത്ര കൃത്യമായിട്ട് റസൂൽ പറഞ്ഞു. എന്നിട്ടും എന്തേ ആളുകള് ഇങ്ങനെ കിടന്ന് കെട്ടിക്കൊടുങ്ങുന്നത്? ആ കെട്ടിക്കൊടുക്കൽ നാശമാണ്. തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. എന്നിട്ടാണ് ലാ യുസിഉ അൻഹാ ഇല്ലാ ഹാലിക്. പിന്നെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ, എന്നാലും ആ ഇമാമിയങ്ങൾക്കൊക്കെ തെറ്റുപറ്റുമോ? അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഈ ഷെയ്ഖിന് ഇങ്ങനെ ഒരു ഖീലുണ്ടല്ലോ, ഇവിടെ ഒരു വേറൊരു അഭിപ്രായം ഉണ്ടല്ലോ, എന്നാലും ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ആ കിതാബിന്റെ മൂലക്ക് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വസ്വാസാക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാക്കട്ടെ. ചില ആളുകൾക്ക് അത് ഒരു ഹരാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്,
തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ, സുന്ദരമായ സുവ്യക്തമായ ഒരു പാതയിലാണ് ഞാൻ ഞങ്ങൾ വിട്ടേച്ചു പോകുന്നത്. രാവ് പകല് പോലെ സുന്ദരമാണ്. ഒന്നും മാ മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നതി വയുബാഇദുക്കും അനിന്നാരി ഇല്ലാ ഖദ് ബയ്യൻതുക്കും. എത്ര കൃത്യമായിട്ട് റസൂൽ പറയാം. ഒരു വസ്തു ഇല്ലാന്ന്, മാമിൻ ഷൈഇൻ, ഒരു വസ്തു ഇല്ലാന്ന്. യുഖർരിബുക്കും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത്, വയുബാഇദുക്കും അനിന്നാരി, നരകത്തെ തൊട്ട് നിങ്ങളെ വിദൂരമാക്കുന്നത്. നല്ലൊരു മനുഷ്യന് വേണ്ടത് ഇല്ലാ ഖദ് ബയ്യൻതുക്കും, അത് ഞാൻ നിങ്ങൾക്ക് ബയാൻ ചെയ്തു തന്നിട്ടല്ലാതെ. അങ്ങനത്തെ ഒരു സുവ്യക്തമായ പാതയിൽ രാവ് പകല് പോലെ സുവ്യക്തം. പിന്നെ അതിൽ കെട്ടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവര് നശിച്ചവനല്ലാതെ, സ്വയം നാശം ഏറ്റെടുക്കാൻ ഒരുങ്ങിയവനല്ലാണ്ട് അതിന് ഒരുങ്ങൂലെന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപായതുകൊണ്ട് തൗഹീദും സുന്നത്തും അത് നെഞ്ചോട് ചേർത്തവരാണ് നമ്മൾ. അതിലേക്ക് ഞാൻ ഒന്നും കൂടെ, വിഷയത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചേർത്തി പറയുന്നത്, അള്ളാന്റെ റസൂലിൽ നിന്ന് നമ്മൾ ഈ വിശ്വാസവും അമലും മാത്രം എടുത്താൽ പോരട്ടോ, നമ്മൾ എന്തും കൂടി എടുക്കണം. റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും അഖ്ലാഖ് എടുക്കുന്നതിൽ നമ്മൾ ആളുകൾ വല്ലാതെ പിന്നിലായി പോകുന്നുണ്ട്. അതും കൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് മുവഹിദീങ്ങളാകുന്ന നമ്മൾ അള്ളാന്റെ റസൂലിൽ നിന്ന് എടുക്കേണ്ടത് ഈ അഖീദയും അമലും മാത്രമല്ല, അഖ്ലാഖും കൂടെ നമ്മൾ എടുക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹിന്റെ പ്രീതിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പരലോക മോക്ഷമാണോ നിങ്ങൾ കൊതിക്കുന്നത്, അള്ളാഹിന്റെ റസൂലിൽ ഉത്തമമായ മാതൃക ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല മൂല്യവത്തായ ആദർശവും ഒരു അമലൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ടും അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത്? അത് ചിലപ്പം പലപ്പോഴും നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. അത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ ചില രീതിശാസ്ത്രം കുറച്ച് പ്രശ്നമായി മാറുന്നുണ്ട്. ചില കടുകടുത്ത നിലപാടുകൾ, അള്ളാന്റെ റസൂല് കാണിക്കാത്ത കടുത്ത നിലപാടൊന്നും നമ്മൾ കാണിക്കണ്ട. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. വളരെ കൃത്യമായിട്ട് ഹിക്മത്തോടുകൂടെ, അതിന് ഇൽമു വേണം, ഇൽമുണ്ടാവണം. നല്ല സാരോപദേശത്തോടുകൂടെ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കും വേണം. അത് ദൈവത്ത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അതിങ്ങനെ കണ്ടിട്ടും നമ്മളിങ്ങനെ നമ്മളെ താടിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് നമ്മളെ തലയെക്കെട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കി നമ്മളിങ്ങനെ ഞാൻ അതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോവാൻ നിന്നാല് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ചിട്ടില്ല. ഇനിയോ ആ പറഞ്ഞു കൊടുക്കുന്നതിന് തന്നെ നല്ല മാന്യമായ ഒരു മാർഗം സ്വീകരിച്ചിട്ടില്ലേ, അപ്പോഴും നമ്മൾ റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിച്ചിട്ടില്ല. അവിടെ നമുക്ക് നസീഹത്ത്, ഗുണകാംക്ഷ ഉണ്ടാവണം. പലപ്പോഴും ബാക്കിയുള്ള പല വിഷയങ്ങളിലും നിര്യാണിക്ക് മീതെ വസ്ത്രം എടുക്കുന്നതിൽ, സ്വഫ് ശരിയാക്കുന്നതിൽ, ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോ സ്വഫൊക്കെ അങ്ങനെ ശരിയാക്കുന്നതിലൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നതിൽ ഭയങ്കര കണിശത പുലർത്തും. പുറത്തിറങ്ങിയിട്ട് കണ്ട സലാം പോലും പറയില്ല. എന്താ പറയാത്ത? ഓം മറ്റേ ഗ്രൂപ്പാ, ഇത് ഓം സംഘടന വേറെയാണ്. അള്ളാന്റെ റസൂലി അടുപ്പിച്ച് നിർത്തിയ എന്തിനാണ്? കൽബുകൾ അടുക്കാനാണ്. അപ്പൊ ആലോചിച്ചാൽ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ എന്താ ഉള്ളത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളുടെ സ്നേഹബന്ധങ്ങളും ഒക്കെ ഗ്രൂപ്പും പാർട്ടിയും സംഘടനക്കും അപ്പുറത്തേക്ക് അള്ളാന്റെ ദീനിനോടുള്ള മഹബത്തല്ലേ. ഭയങ്കര പുറത്ത് ഒന്ന് ചിരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ മതി, സലാം പറയാൻ മതി. എന്നിട്ട് മറ്റവന്റെ കാൽമ ചവിട്ടി സ്വഫ് കെട്ടാൻ സജീവാണ്. അങ്ങനത്തെ ആളുകളായി നമ്മൾ മാറരുത്. അടുത്ത് നിൽക്കാൻ പറഞ്ഞത് അടുത്ത് നിൽക്കണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് നിൽക്കണം. അതേ സ്വഭാവം നമ്മൾ പുറത്തുനിന്നും കാണിക്കണം, അതിനേക്കാൾ കൂടുതൽ കാണിക്കണം. അത് കിട്ടാനാണ് ഇത് ചെയ്യാനും കൂടി പറഞ്ഞത്. നിങ്ങളെ കൽബുകൾ വിഘടിക്കാതിരിക്കാനാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ എന്താ അർത്ഥമുള്ളത്? അങ്ങനത്തെ ആളുകളായി നമ്മൾ മാറും. നബിയെ, താങ്കളെങ്ങാനും കാടത്ത ഹൃദയത്തിനുടമ എന്ന് കയ്യിലുണ്ടായിരുന്ന ആദർശം മാത്രം ഉഷാറായതുകൊണ്ട് പോരാ. അതാണ് അലിൻതലഹു എന്ന് പറഞ്ഞില്ലേ. ലയ്യനായ ജനങ്ങളോട് പെരുമാറലും കൂടെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഇറങ്ങിയാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇതിനേക്കാൾ കൂടുതലായി സജീവമായിട്ട്, ഏതായിരുന്നാലും
ഒരു ദീനിന്റെ സദസ്സ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് നമുക്കൊക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റുമെന്നും നമുക്കറിയില്ലല്ലോ. എവിടെയാണോ നമ്മളുള്ളത് അവിടെയൊക്കെ നമ്മൾ മുഖേന ഒരാൾ സന്മാർഗത്തിലേക്ക് വരിക, ഒരാൾ നിസ്കാരം തുടങ്ങുക, ഒരാൾ തൗഹീദ് മനസ്സിലാക്കുക, ഒരാൾ സുന്നത്തായ രീതിയിൽ അമൽ ചെയ്യുക. അതിനൊക്കെ പ്രതിഫലത്തിന്റെ ഒരു ഓഹരി നമുക്ക് കിട്ടുന്നു മാത്രമല്ല, ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഹൈറ് അതാണ് എന്ന് മുത്തുനബി പറഞ്ഞെങ്കിൽ, ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെക്കാൾ ഉത്തമം അതാണെന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ മറ്റൊരാരും ഒരു കാരണം പറഞ്ഞവിടെ നിന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാവുക അല്ലേ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ സ്വഹാബത്തിനെ ഇങ്ങനെ നിർത്തിയപ്പോ അലിനെ കാണാതെ വന്നപ്പോഴാണല്ലോ ഈ സംഭവം. നോക്കുമ്പോ കണ്ണ് പഴുത്തിരിക്കുകയാണ്, വേദന ആയിട്ട് എന്ന് പറഞ്ഞപ്പോ, കണ്ണുവേദന അല്ലേ, ഒന്ന് വരാൻ പറയും. എന്നിട്ടാണ് നബി ഇത് പറഞ്ഞത്, എന്നാലും എനിക്ക് കണ്ണുവേദന ആയിട്ടല്ലേ നബിയെന്ന് പിന്നെ ഒരു വർത്താനം ആരും പറഞ്ഞിട്ടില്ല. ഞാനിന്ന് എൻ്റെ കൂടെയുള്ളവരോട് ഇവിടുത്തെ ആദ്യത്തെ ബാങ്ക് കേട്ടപ്പോ അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അല്ലെ. എനിക്ക് കണ്ണ് കാണാതെ ആരുമില്ല, കണ്ണ് കാണൂല, എന്നെ കയ്യെ പിടിച്ച് കൊണ്ടുവരാൻ ആരുമില്ല, എനിക്ക് വിട്ടുവീഴ്ചയല്ലേ നബിയെ പള്ളിയിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ നബി കൊടുത്തു. കാരണം നബി നേരത്തെ പറഞ്ഞ പോലെ അള്ളാന്റെ റസൂല് ലയ്യനാണല്ലോ. അങ്ങനെ പോവാൻ നേരത്ത് അള്ളാന്റെ റസൂലിന് പെട്ടെന്ന് കത്തിയതാണോ വഹിയാണോ എന്തായാലും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്ക് കേൾക്കുവോ? ബാങ്ക് കേൾക്കും നബിയെ, പക്ഷെ ബാങ്ക് കേട്ടിട്ട് കാര്യം എനിക്ക് കണ്ണ് കാണൂലല്ലോ, കൊണ്ടുവരാനും ബാങ്ക് കേൾക്കുമെങ്കിൽ വരണല്ലോ അബ്ദുള്ള. എന്നാലും എനിക്ക് കണ്ണ് കാണാത്തോണ്ടല്ലേ നബിയെ എന്നുള്ള ഒരു വർത്താനം പിന്നെ ആരവിടെ പറഞ്ഞില്ല. അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം പിന്നെ അവിടെ ഒരു കെഞ്ചാൻ നിന്നിട്ടില്ല. വന്നു പള്ളിയിലേക്ക് ഓരോ വക്തിനൊന്നും മാത്രല്ല അല്ലേ, സുബഹിക്ക് മുമ്പുള്ള ബാങ്ക് കൊടുക്കണ ആളായിട്ട് പിന്നെ ആരാ മാറിയത്? ഇദ്ദേഹം മാറിയെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെച്ചുത്തിയ കാരണം ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് ക്ലാസ് ഇല്ല, നമുക്ക് ദൈവത്തില്ല, എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാൻ നമ്മൾ മുടക്കാൻ. എന്നിട്ട് നമുക്ക് ആൾക്കാരുണ്ടാവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ നടക്കൂല. ഇൻഷാ അല്ലാഹ് തൗഹീദും സുന്നത്തും നബിയിൽ നിന്ന് എടുക്കുന്ന നമുക്ക് നബിയുടെ സംസ്കാരവും ദഅവാരീതിയും കൂടെ എടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.